ഇപ്പോ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹം ഏതൊരു അവസ്ഥയിലാണ്? അദ്ദേഹത്തിന് ഒന്നും തന്നെ അറിയാനില്ല, അതേപോലെ ഒന്നും നേടാനില്ല, ഒന്നും ഉപേക്ഷിക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന് ദുഃഖമില്ല, ഭയമില്ല, സങ്കല്പങ്ങളില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ആരുടെ? സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ. അതാണ് സ്ഥിതപ്രജ്ഞ. ആ ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത് അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനന് അതാണ് ആഗ്രഹമെങ്കിൽ, അതാണ് വേണ്ടതെങ്കിൽ, അർജുനന് കർമ്മവാസനകൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് അർജുനന്റെ ഉള്ളില്. അപ്പൊ അർജുനൻ ഈ ഒരു സ്ഥിതപ്രജ്ഞതയാണ് അർജുനന് വേണ്ടതെങ്കിൽ എന്ത് വേണം? കർമ്മം ചെയ്യണം, സ്വധർമ്മം അനുഷ്ഠിക്കണം. എങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കണം? യജ്ഞരൂപത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കണം. അത് അനുഷ്ഠിച്ചേ പറ്റൂ, അല്ലാതെ ഒരു രക്ഷയില്ല എന്നാണ്. അല്ലാതെ കർമ്മങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ സ്ഥിതപ്രജ്ഞത്വം ഒരിക്കലും സാധിക്കില്ല. കാരണം ഉള്ളിൽ കർമ്മവാസനകൾ നിറഞ്ഞിരിക്കുക. അപ്പൊ അതിനെ ഒഴിവാക്കാതെ സ്ഥിതപ്രജ്ഞത്വം സാധ്യമല്ല എന്നാണ് അടുത്ത ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുന്നത്. അപ്പൊ അർജുനൻ അത് നേടണമെന്നുണ്ടെങ്കിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ ഫലത്തിൽ ഇച്ഛ വയ്ക്കാതെ സ്വധർമ്മം അനുഷ്ഠിക്കുക, യജ്ഞരൂപത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അർജുനൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് അതാണ് പറയുന്നത്. ചൊല്ലിക്കോളൂ അടുത്ത 19ാമത്തെ ശ്ലോകം. തസ്മാദാസക്ത സദതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. അപ്പൊ അതുകൊണ്ട് തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. അപ്പൊ ഇതുകൊണ്ട് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് ജീവിതത്തെ സമ്പൂർണമായും ആ ഒരു ധന്യതയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അസക്തനാവണം. എന്താണ്? ഫലസംഘം ഉപേക്ഷിച്ച്, ഫലത്തിനോട് ഇച്ഛയില്ലാതെ യജ്ഞരൂപത്തില് എപ്പോഴും കാര്യം കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, അവശ്യമായിട്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങള് സമാചര വേണ്ട പോലെ അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, സംഘമില്ലാതെ കർമ്മം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ സംഭവിക്കുക? ആപ്നോതി, പരമാത്മാവിൽ എത്തിച്ചേർന്ന് സ്ഥിതപ്രജ്ഞനായി ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്ന അവസ്ഥ ജീവിതത്തെ ആ ഒരു ധന്യതയിലേക്ക് എത്തിക്കുന്നതാണ്, സമ്പൂർണമായും ധന്യതയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കർമ്മവാസനയുള്ളവർ എന്ത് വേണം? കർമ്മവാസനയിൽ പെട്ടുകിടക്കുന്നവർ എന്ത് വേണം? ഫലത്തിനോട്, ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലത്തിൽ ഇച്ഛ വയ്ക്കാതെ, അതിനോടുള്ള സംഘം ഉപേക്ഷിച്ചുകൊണ്ട് യജ്ഞരൂപത്തിൽ, അത് തന്നെയാണ് യജ്ഞരൂപം എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യാനുള്ള കർമ്മം, ചെയ്തേ പറ്റൂ, ചെയ്തേ തീരൂ എന്നുള്ള കർമ്മങ്ങള് വേണ്ട പോലെ അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘമില്ലാതെ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി പരമാത്മാവിൽ എത്തിച്ചേർന്ന് സ്ഥിതപ്രജ്ഞനായി ഭവിക്കും എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ കാര്യം കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ. ഏതാണ് ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ? അതെങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ കർമ്മവാസന ഉള്ളതുകൊണ്ട്. അപ്പൊ കർമ്മവാസന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. അതാണ് കാര്യം കർമ്മം എന്ന് പറയുന്നത്, ചെയ്യാനുള്ള കർമ്മങ്ങൾ. അപ്പൊ അർജുനനെ സംബന്ധിച്ച് അർജുനന് ചെയ്യാനുള്ള കാര്യം കർമ്മം എന്താണ്? ചെയ്യാനുള്ള കർമ്മം എന്താണ്? യുദ്ധം ചെയ്യലാണ്, അല്ലെ? ആ വാസന അർജുനന്റെ ഉള്ളിൽ. കാരണം ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യാനുള്ള പരിശീലനമൊക്കെ നേരത്തെ നേടിയിട്ടുണ്ട്, അല്ലെ? അതിനാളെ എക്സ്പെർട്ടാണ്, നേടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാസന ഉള്ളിൽ ശക്തമായി കിടക്കുന്നുണ്ട്. അപ്പൊ അർജുനന്റെ കാര്യം കർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ്. അപ്പൊ ഈ യുദ്ധം അത് ധർമ്മം പുനഃസ്ഥാപിക്കാനാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതാണ് സമാചരിക്കൽ, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഉള്ളിലുള്ള കർമ്മവാസനയെ, ആ കാര്യം കർമ്മത്തെ ധർമ്മത്തിന് വേണ്ടി, ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് സമാചരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ വേണമെങ്കിൽ ദുര്യോധനനും കൂട്ടരും ചെയ്യുന്നത് എന്താണ്? അവർക്കും യുദ്ധവാസനയുണ്ട്, ഉള്ളില് കർമ്മം ചെയ്യാനുള്ള വാസനയുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത്? അധർമ്മത്തിലൂടെയാണ് അവർ അനുഷ്ഠിക്കുന്നത്, അല്ലെ? അധർമ്മം വളർത്തിക്കൊണ്ടാണ് ദുര്യോധനനും കൂട്ടരും അനുഷ്ഠിക്കുന്നത്.
അപ്പോ അതാണ് കാര്യം കർമ്മം എന്ന് പറയുന്നത്. അപ്പോ കർമ്മരംഗത്ത് നിരന്തരമായിട്ട് പ്രവർത്തിച്ചുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആ കാര്യം കർമ്മം ചെയ്യണം എന്ന് പറയണം. അത് അനുഷ്ഠിച്ചേ മതിയാവൂ. എങ്ങനെയാണെങ്കിൽ അർജുനന് സ്ഥിതപ്രജ്ഞത്വം വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഉള്ളിൽ കർമ്മവാസനയ്ക്കനുസരിച്ചുള്ള കർമ്മം ചെയ്തേ പറ്റൂ എന്ന് പറയാം. അവന് അടുത്തൊരു സംശയം വരാം അർജുനന്. എന്താണ്? അപ്പൊ ഈ കർമ്മരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് അല്ലെ, തുടർച്ചയായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആർക്കെങ്കിലും ജ്ഞാനം നേടിയതായിട്ട് കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയം വരാൻ ചിലപ്പോൾ അല്ലെ. കർമ്മം ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള പണികളൊക്കെ എടുത്തുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജ്ഞാനം നേടാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞത്വം ആർക്കെങ്കിലും നേടിയതിന് തെളിവുണ്ടോ എന്ന് അർജുനന് സംശയമുണ്ടെങ്കിൽ ആ സംശയം വരാതിരിക്കാനായിട്ട് അടുത്ത ശ്ലോകത്തില് അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. 20ാമത്തെ ശ്ലോകത്തിൽ ആ സംശയം തീർക്കുകയാണ്. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആർക്കെങ്കിലും ഈ അവസ്ഥ നേടാൻ സാധിച്ചിട്ടുണ്ടോ? അർജുനോട് അങ്ങനെയുള്ള പറഞ്ഞ, നീ കർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ. യജ്ഞരൂപത്തിൽ കർമ്മം അനുഷ്ഠിക്കൂ. ഫലത്തിനോട് സംഘമില്ലാതെ യജ്ഞരൂപത്തിൽ കർമ്മം അനുഷ്ഠിക്കൂ. അപ്പൊ നിനക്ക് സ്ഥിതപ്രജ്ഞത്വം നേടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞല്ലേ. പരമാത്മതത്വത്തിലേക്ക് എത്തും, അവിടെ ചെന്ന് സ്ഥിതപ്രജ്ഞത്വം സാധിക്കുന്നവർ. അപ്പൊ അതിനെങ്ങനെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി ആയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 20ാമത്തെ ശ്ലോകം ചൊല്ലി. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജഗജനഗാദയാ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. അങ്ങനെ ആർക്കെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഉദാഹരണമാണ് പറയുന്നത്. എന്താണ്? കർമ്മണൈവ ഹി സംസിദ്ധി ആസ്ഥിത ജനഗാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനഗാദയ എന്ന് പറഞ്ഞാൽ ജനകരാജാവിനെ പോലുള്ളവരും മറ്റും. ജനകരാജാവ് ആരാണ് നമ്മൾക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ചല്ല. അദ്ദേഹം കാരനാണ് നമുക്ക് അഷ്ടാവക്ര ഗീതയൊക്കെ കിട്ടിയത്. അഷ്ടാവക്ര മഹർഷിയിൽ നിന്ന് അഷ്ടാവക്ര ഗീത എന്ന ആ ജ്ഞാനം നമ്മൾക്ക് കിട്ടാൻ കാരണം ജനക മഹാരാജാവ്. അപ്പൊ മിഥില അധിപതിയായിരുന്ന ജനക മഹാരാജാവിനെ പോലുള്ളവരെ ജനക മഹാരാജാവും മറ്റും എന്ന് പറയുന്നത് അതാണ് ജനകാദേഹ. അവര് ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥിതപ്രജ്ഞതയിൽ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത്. സംസിദ്ധിം ആസ്ഥിതാഹി. അപ്പോ അവര് എന്താണ്? മാതൃകയായി സമൂഹത്തിന് നന്മ വരുത്തി എന്ന ലക്ഷ്യത്തെ തന്നെ മുൻനിർത്തി അവര് കർമ്മം ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് സമൂഹത്തിന് മാതൃകയായിക്കൊണ്ട് സമൂഹത്തിന് നന്മ വരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിട്ടാണെങ്കിലും നീ കർമ്മം ചെയ്യണം എന്ന് പറയാം. മിഥിലാപുരിയിലെ മിഥിലാധിപനായ ജനക മഹാരാജാവ് അദ്ദേഹം തന്റെ കർത്തവ്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. സ്ഥിതപ്രജ്ഞത്വം നേടിയത് തന്റെ ജോലികളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് എന്ന് പറയാം. എന്നിട്ട് അർജുനോട് പറയുന്നതാണ്, നീ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാനെങ്കിലും അല്ലെ, മാതൃകയായിട്ട് സമൂഹത്തിന് നന്മ വരുത്താം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണെങ്കിലും നീ കർമ്മം ചെയ്തേ പറ്റൂ എന്ന് പറയണം. കർമ്മം ചെയ്യാൻ കടപ്പെട്ടവനാണ് എന്ന് പറയാം. അപ്പൊ ജനക മഹാരാജാവ് മിഥിലാപുരിയിലെ രാജാവായിരുന്നു അല്ലെ. മിഥില രാജ്യത്തെ രാജാവായിരുന്നു ജനക മഹാരാജാവ്. അപ്പൊ അദ്ദേഹം എന്താണ്, ഋഷിമാര് അതുപോലെ സത്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവര്, സത്യജിജ്ഞാസുകള്, ഇവരെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹം വേദാന്ത ചർച്ച നടത്തുകയായിരുന്നു. കൊട്ടാരത്തിൽ അതൊരു പതിവുണ്ടായിരുന്നു എന്ന് പറയുന്നു. വേദാന്ത വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ വേദാന്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും രാജ്യകാര്യങ്ങൾക്ക് യാതൊരു കുറവും അദ്ദേഹം വരുത്തിയിട്ടില്ല. തനിക്ക് ചെയ്യാനുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് അദ്ദേഹം വേദാന്ത ചർച്ചയ്ക്ക് നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം ചെയ്യാനുള്ള പണിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഈ വേദാന്തം ചർച്ചയിൽ മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അപ്പൊ ഒരു കുറവും വരാതെ തന്നെ അദ്ദേഹം രാജ്യകാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അല്ലെ. പ്രജകളുടെ ക്ഷേമങ്ങളൊക്കെ അദ്ദേഹം നോക്കിയിരുന്നു. അങ്ങനെ ആ കർമ്മം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് അദ്ദേഹം ഈ വേദാന്ത ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ. അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ബ്രഹ്മവിചാരം, ആത്മവിചാരം ജനക മഹാരാജാവിനെ ജ്ഞാനിയാക്കി മാറ്റി. ക്രമത്തിൽ അദ്ദേഹം സ്ഥിതപ്രജ്ഞനായി എന്നാണ് പറയുന്നത്. അപ്പോ സ്ഥിതപ്രജ്ഞനായ ശേഷവും ജ്ഞാനിയായ ശേഷവും സ്ഥിതപ്രജ്ഞത്വം കൈവന്ന ശേഷവും അദ്ദേഹം തന്റെ കർമ്മങ്ങളൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന്റെ കർമ്മം? എന്തായിരുന്നു? രാജ്യം ഭരിക്കുക, രാജാവായിരിക്കും.
അപ്പൊ രാജ്യം ഭരിക്കുക എന്നുള്ള കർമ്മം അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. അല്ലെ? എൻലൈറ്റൻഡ് ആയപ്പോഴും അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സ്ഥിതപ്രജ്ഞത നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കർമ്മം ചെയ്താലും ഒന്നുമില്ല, ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാവാനില്ല. കാരണം നേടേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് നേടേണ്ടതെന്നാണോ അത് അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഇനി അതിനപ്പുറത്ത് വേറൊരു നേട്ടവും ഇല്ല അദ്ദേഹത്തിന്. അപ്പൊ ഈ രാജ്യഭരണ കർമ്മം നിർവഹിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവാനില്ല യഥാർത്ഥത്തിൽ. ഇനി ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക, അതുകൊണ്ട് യാതൊരു ദോഷവും അദ്ദേഹത്തിന് വരില്ല. കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദോഷവും വരില്ല. കാരണം അദ്ദേഹം ആ ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞു, സ്ഥിതപ്രജ്ഞത്വം അതിലെത്തിക്കഴിഞ്ഞു. അപ്പോ സ്ഥിതപ്രജ്ഞത്വം വരുന്നതിന് മുമ്പ്, ഉണ്ടാവുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണോ ജോലി ചെയ്തിരുന്നത് ആ കർമ്മം അദ്ദേഹം ഉപേക്ഷിച്ചില്ല, അത് തുടർന്നു വന്നു എന്ന് മാത്രം. അതേപോലെ നമ്മള് യോഗവാസിഷ്ടം കേൾക്കുമ്പോ ആ കഥ കേട്ടിട്ടുണ്ട് അല്ലെ? വ്യാസന്റെ പുത്രനായിരുന്നു ശുഗബ്രഹ്മർഷി, ശുഗൻ. അപ്പൊ ശുഗന് സംശയം വന്നു, എന്താണ് സത്യം? ആ സത്യനിഷ്ഠയെ കുറിച്ച് ശുഗന് സംശയം വന്നപ്പോ വ്യാസമഹർഷി സംശയം തീർക്കാനായിട്ട് തന്റെ മകനെ പറഞ്ഞയച്ചത് ആരുടെ അടുത്തേക്കാ? ഈ ജനമഹാരാജാവിന്റെ അടുത്തേക്കാണ് പറഞ്ഞയച്ചത്. അല്ലെ? ആ കഥയൊക്കെ നമ്മൾക്കറിയാം, അത് കേട്ടിട്ടുണ്ട്. ജനകന്റെ അടുത്തേക്കാണ് അയച്ചത്. അപ്പോ സ്ഥിരപ്രജ്ഞതയ്ക്ക് ശേഷവും ജനകൻ തന്റെ കർമ്മം തുടർന്നു. അതെന്തിനെ തുടർന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് മാതൃക കാണിക്കാനായിട്ടായിരിക്കാം, ലോകത്തിന് മാതൃകയായിട്ടായിരിക്കാനായിരിക്കാം. കാരണം ഇപ്പോ കർമ്മരംഗത്ത് സ്ഥിരമായിട്ട് നല്ല രീതിയിൽ കർമ്മം അനുഷ്ഠിച്ചിരുന്ന ആളുകൾ, അവർക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജ്ഞാനം നേടാനോ അല്ലെങ്കിൽ ജ്ഞാനം നേടിക്കഴിഞ്ഞ ശേഷമോ ഇങ്ങനെയുള്ളവർ തന്റെ കർമ്മം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്നറിയാമോ? ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരും. കർമ്മം ഉപേക്ഷിച്ചാലേ ജ്ഞാനം നേടാൻ സാധിക്കുള്ളൂ എന്നൊരു തോന്നൽ വരും ആളുകൾക്ക്. ശരിയല്ല? അപ്പൊ ജ്ഞാനം നേടാൻ വേണ്ടി തന്റെ രാജ്യഭാരം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കുക? ആളുകളും ചെയ്യുന്ന പണിയൊക്കെ നിർത്തും, അല്ലെ? അവര്, കാരണം അദ്ദേഹം കണ്ടില്ലേ, ജനമഹാരാജാവ് ജ്ഞാനിയായി, അദ്ദേഹം രാജ്യം വരെ ഉപേക്ഷിച്ചിട്ട് പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനം നേടാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ ജോലിക്കൊന്നും പോകില്ല, ഞാൻ പണിയൊന്നും എടുക്കില്ല, ഞാൻ കുടുംബം നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടന്നാലോ ആളുകള്, അല്ലെ? കാരണം ഇവരെ കണ്ട് അതുപോലെ ചെയ്യും ആളുകൾ, അതേപോലെ അനുകരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം അങ്ങനെ പുറമേക്ക് കർമ്മം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൽ യാതൊരു ശാസ്ത്രീയതയില്ല എന്നാണ് പറയുന്നത്. കാരണം സ്ഥിതപ്രജ്ഞത്വം വരണമെങ്കിൽ എന്ത് വേണം? വാസന പൂർണ്ണമായും ഇല്ലാതാവണം, ക്ഷയിച്ചു പോകണം. അപ്പൊ പൂർണ്ണമായിട്ടും വാസനകൾ ക്ഷയിച്ചു പോയാലേ സ്ഥിതപ്രജ്ഞത്വം സംഭവിക്കുള്ളൂ. അപ്പൊ പുറമേക്ക് കർമ്മം ത്യജിച്ചുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് സ്ഥിതപ്രജ്ഞത്വം സാധിക്കില്ല. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ എല്ലാവരും? അപ്പൊ അതുകൊണ്ട് ഇത് ജനക മഹാരാജാവ് ആ ജ്ഞാനം നേടാനുള്ള ആ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും അത് നേടിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹം പുറമേക്കുള്ള കർമ്മം ത്യജിച്ചില്ല. അതേപോലെ അർജുനനും കർമ്മം ചെയ്തുകൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്ത് തുടർന്നുകൊണ്ട് തന്നെ ജ്ഞാനം നേടണം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നതാണ്, ഭഗവാൻ സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥം. അപ്പൊ പറഞ്ഞതാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടായാലും കർമ്മം ചെയ്യാൻ അർജുനൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ലോകസംഗ്രഹത്തിന് വേണ്ടി. അപ്പൊ എന്താണ് ഈ ലോകസംഗ്രഹം? അതിനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 21-ാമത്തെ ശ്ലോകം. യദ്യഥാചരതി ശ്രേഷ്ഠ തത്തദേവതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. അതാണ് ലോകസംഗ്രഹം. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. ഇപ്പോ ശ്രേഷ്ഠരായ ആളുകൾ ആരാണ്? ശ്രേഷ്ഠര്. ശ്രേഷ്ഠര് പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമായ ആളുകളെയൊക്കെ ആളുകള് ആദരിക്കും, അല്ലെ? അപ്പൊ ജനങ്ങളുടെ ആദരവിന് പാത്രമായിട്ടുള്ള ആളുകള് അവരെന്തൊക്കെയാണോ അനുഷ്ഠിക്കുന്നത്, ആചരതി, അവരെന്തൊക്കെയാണോ അനുഷ്ഠിക്കുന്നത്, ഇതര ജനം, മറ്റുള്ള ആളുകളും അതൊക്കെ തന്നെ അനുഷ്ഠിക്കുന്നതാണ്. അവരെ അനുകരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും ആളുകൾ.
അല്ലെ? നമ്മൾ ആരെയാണോ ആദരിക്കുന്നത്, ആരോടാണോ നമ്മൾക്ക് ആദരവ് തോന്നുന്നത്, അവര് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മൾക്കൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാവും. അപ്പോ ആ വ്യക്തി എന്തിനെയാണോ ബഹുമാനിക്കുന്നത്, ജനങ്ങളും അത് തന്നെ അനുകരിക്കും. അതിനുള്ളൊരു ശ്രമം ഉണ്ടാവും. അപ്പോ ആളുകളുടെ ആദരവിന് പാത്രമായിട്ടുള്ള ആളുകള് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ അവർ അനുഷ്ഠിക്കുന്നത്, മറ്റുള്ള ആളുകളും അത് തന്നെ അനുകരിക്കും, അത് തന്നെയാണ് അനുഷ്ഠിക്കുക. അപ്പൊ ആ വ്യക്തിക്ക് എന്തിനോടാണോ ബഹുമാനം തോന്നുന്നത്, ആളുകളും അത് തന്നെ അനുകരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണക്കാരായ ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അവര് മറ്റുള്ളവരെ അനുകരിക്കാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെ? നമ്മൾക്ക് ആരോടാണോ ആദരവ് തോന്നുന്നത് അതിനെയൊക്കെ നമ്മൾ അനുകരിക്കും. ഒരു കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. നമ്മൾക്കൊക്കെ എന്താണ്, അമേരിക്കയിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്, അല്ലെ? ഒരു കാലത്ത് അങ്ങനെ. ഇപ്പൊ നമ്മൾ നമ്മളൊക്കെ ഗുരുജിയാണ് അനുകരിക്കുക, അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇതിൽ വന്ന ശേഷം ചിലരൊക്കെ മുടി നീട്ടി വളർത്തും, അല്ലെ? ആണുങ്ങൾ ചിലർ മുടി നീട്ടി വരും, എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് നടക്കും. കാരണം ഗുരുജി അങ്ങനെയാണ്. ഗുരുജി താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്. പണ്ട് തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. തുടക്കത്തിൽ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു, താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി. അവസാനം ഗുരുജി വിളിച്ച് എല്ലാവരെയും കൊണ്ട് വൃത്തിയാക്കിച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാവരും താടിയും മുടിയും നീട്ടി വളർത്തി കഴിഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കും, അല്ലെ? നാട്ടുകാർ വിചാരിക്കും, ഓ ഇതിൽ വന്നു കഴിഞ്ഞാൽ താടി മുടിയൊക്കെ നീട്ടി വളർത്തണം എന്നൊക്കെ തെറ്റിദ്ധരിക്കും ആളുകൾ. അതുകൊണ്ട് കുടുംബത്തിലുള്ളവര്, അല്ലെ, പ്രത്യേകിച്ചും അങ്ങനെ കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ കട്ട് ചെയ്തോളാൻ പറഞ്ഞു ഗുരുജി. ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആളുകൾക്ക് അനുകരിക്കാൻ ഇഷ്ടം കൂടുതലാണ്. നമുക്ക് ആരോടാണോ ആദരവ് തോന്നുന്നത് അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ, അവരെ പോലെ ആവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും ആള്. നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോ ഗുരുക്കന്മാരെ മാത്രമല്ല, നമ്മള് ചിലപ്പോ എന്താ പറയാ, സ്പോർട്സ് രംഗത്തുള്ളവര്, നമ്മൾക്ക് ആരോടാണോ ആദരവ് തോന്നുന്നത് അവര് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യും, അല്ലെ? അവര് ധരിച്ച ഡ്രസ്സൊക്കെ നമ്മൾ അതേപോലെ നമ്മൾ ഇടും, അവരുടെ ഹെയർ സ്റ്റൈൽ അതേപോലെ നമ്മൾ ചെയ്യും, അങ്ങനെ ചെയ്യാറുണ്ട്. സാമാന്യ ജനങ്ങൾ അങ്ങനെയാണ്, അനുകരണം ഇഷ്ടമുള്ളവരാണ്. അപ്പോ പിന്നെ മാത്രമല്ല, ആളുകൾക്ക് അധികം പേർക്കും എന്താണ് ധർമ്മം എന്നറിയില്ല. ധർമ്മം എന്താണെന്നുള്ളത് അറിയില്ല. കാരണം ഈ ധർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് അവരെന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനസമ്മതനായ പ്രശസ്തരായ ആളുകളിലാണ് ജനങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ കണ്ണു മുഴുവൻ അവരെയാണ്. കാരണം അവരോട് എല്ലാവർക്കും ആദരവുണ്ട്, അല്ലെ? ഭൂരിഭാഗം ആളുകളും അവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ആദരവുണ്ട്. അപ്പൊ ആളുകള് അവരെയാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവരെന്താണോ ചെയ്യുന്നത് അത് ആളുകളും അതേപോലെ തന്നെ അവര് അനുകരിക്കും. അപ്പൊ ശരിക്കും അർജുനന്റെ അവസ്ഥ എന്താണ്? അർജുനന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ശത്രുക്കളുടെ ഇടയിൽ പോലും, അല്ലെ, കൗരവന്മാരുടെ ഇടയിൽ പോലും സമ്മതനായ വളരെ പ്രശസ്തിയുള്ള ഒരു ക്ഷത്രിയനാണ് അർജുനൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അർജുനൻ ഏതെങ്കിലും കാരണവശാൽ തനിക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്യാതെ ധർമ്മയുദ്ധം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ, അർജുനനെ പോലെ തന്നെ സ്വധർമ്മം ഉപേക്ഷിക്കാൻ സാധാരണക്കാരെ ആളുകൾ തയ്യാറാവും. അവരും ചെയ്യാനുള്ള ജോലിയൊന്നും ചെയ്യില്ല. അപ്പൊ എന്ത് സംഭവിക്കുക? അപ്പൊ അർജുനന് സ്വന്തം നാശം മാത്രമല്ല, സമൂഹത്തിന്റെ നാശത്തിനും ആര് കാരണക്കാരനാവും? അർജുനൻ കാരണക്കാരനാവും. മനസ്സിലായോ? അർജുനൻ കാരണക്കാരനാവും. അപ്പോ ഇനി സ്വന്തം നാശം അർജുനൻ കണക്കാക്കുന്നില്ലെങ്കിലും, അത് കണക്കാക്കിയില്ല, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം. ഇനി അത് കണക്കാക്കുന്നില്ലെങ്കിലും സമൂഹത്തിന്റെ നാശം ഒഴിവാക്കി സമൂഹത്തിനെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയെങ്കിലും അർജുനൻ ഈ കർമ്മം ചെയ്തേ തീരൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകത്തെ, സമൂഹത്തെ നന്മയുടെ പാതയിൽ നേർവഴിക്ക് നയിക്കലാണ് ലോകസംഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയെങ്കിലും അർജുനൻ തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നതാണ്, ഇപ്പോ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് യാതൊന്നും നേടാനില്ല എന്ന് പറഞ്ഞു, അല്ലെ? ലോകത്ത് ഒന്നും തന്നെ അദ്ദേഹത്തിന് നേടാനില്ല. പക്ഷെ അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞൻ പോലും ലോക നന്മയ്ക്കായിക്കൊണ്ട് കർമ്മം ചെയ്യും, അല്ലെ? ലോക നന്മയ്ക്കായിട്ട് കർമ്മം ചെയ്യും അദ്ദേഹം പോലും. ലോകസംഗ്രഹം, ഇപ്പൊ ഗുരുജിയാണ് ഉദാഹരണം. ഗുരുജിക്ക് ഒന്നും നേടാനില്ല ഈ ലോകത്ത്, പക്ഷെ അദ്ദേഹം നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാ? നമ്മൾക്ക് ലോകസംഗ്രഹത്തിന്. അപ്പോ സ്ഥിതപ്രജ്ഞൻ പോലും ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ
അപ്പൊ അത് നല്ലതാണ് എന്ന് കാണിക്കാൻ കൃഷ്ണൻ തന്റെ ഉദാഹരണം തന്നെ പറയണം. അല്ലെ? കൃഷ്ണൻ പറയുന്നത് എന്റെ അവസ്ഥ തന്നെ നോക്കൂ എന്ന് പറയണം. അത് പറഞ്ഞിട്ട് തന്റെ സ്വന്തം കാര്യം പറഞ്ഞിട്ട് അർജുനനെ ഉയർത്താൻ ശ്രമിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. 22-ാമത്തെ ശ്ലോകം ചൊല്ലി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനാവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. അതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം ഭർത്ത ഏവച്ച കർമ്മണി. അർജുനോട് പറയാ, ഭർത്ത അല്ലയോ അർജുന, എനിക്ക് മേ ത്രിഷു ലോകേഷു, എനിക്ക് 3 ലോകത്തിലും കർത്തവ്യം കിഞ്ചന നാസ്തി, ചെയ്യാൻ ചെയ്യാൻ കടപ്പെട്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. എനിക്ക് 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് ഒരു കർത്തവ്യമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് യാതൊന്നും നേടേണ്ടതായിട്ടുമില്ല, നേടാത്ത ഒന്നും നേടേണ്ടതായിട്ടും ഇല്ല. അനവാപ്തം അവാപ്തവ്യം ന അസ്തി. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും കർമ്മരംഗത്ത് ഞാൻ കഴിച്ചുവിടുന്നു, ഞാൻ ജോലി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. അർജുനോട് പറയാം, എനിക്ക് ഈ ലോകങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല, ഒരു കർമ്മവും എനിക്ക് ബാക്കിയില്ല ചെയ്യാൻ. അതേപോലെ ഇനി ഒന്നും നേടേണ്ടതായിട്ടും എനിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൃഷ്ണൻ സ്ഥിതപ്രജ്ഞനാണ്. അപ്പൊ കൃഷ്ണനെ പോലെ സ്ഥിതപ്രജ്ഞനായിട്ട് ഉണ്ടായിരുന്ന വേറൊരു കഥാപാത്രം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ? ധർമ്മം സംസ്ഥാപിക്കാനായിട്ട്, ധർമ്മം രക്ഷിക്കാൻ വേണ്ടി കർമ്മരംഗത്ത് അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരാളാണ്, ഒരു അവതാര പുരുഷനാണ് കൃഷ്ണൻ. അപ്പൊ ഒരു സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖം വന്നിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെ? അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖിച്ച് മ്ലാനമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ സ്ഥിതപ്രജ്ഞതയ്ക്ക് ഉള്ള തെളിവ്, അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം തികച്ചും നിസ്സംഗനായിരുന്നു അദ്ദേഹം. പിന്നെ മാത്രമല്ല, ധർമ്മരക്ഷയുടെ കാര്യത്തില് അദ്ദേഹത്തിന് ഒരു പക്ഷപാതം സ്വജന പക്ഷപാതമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് കൃഷ്ണന്റെ ആ ഒരു കർമ്മത്തിൽ കാണുന്ന പ്രത്യേകത, അതൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനന് എന്താണ്, തന്റെ സുഹൃത്താണ് കൃഷ്ണൻ. അപ്പൊ ഇപ്പോഴും തന്റെ സുഹൃത്തായിട്ട് ഇരിക്കുന്ന കൃഷ്ണന്റെ മാഹാത്മ്യം എന്താന്ന് അർജുനൻ ഇനിയും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചത്. കൃഷ്ണൻ അർജുനന്റെ ഗുരുസ്ഥാനം അംഗീകരിച്ചു, അല്ലെ? എന്നിട്ട് അതൊന്ന് ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് തന്റെ മഹാത്മ്യം അർജുനനിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിലേക്ക് അർജുനന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം എന്താണോ, ഏത് ധർമ്മമാണോ ഉപദേശിക്കപ്പെടുന്ന ധർമ്മം ഉപദേശിക്കുന്ന ആള് കൃത്യമായി സ്വയം അനുഷ്ഠിക്കുന്നതാണെങ്കിൽ അത് കേൾക്കുന്ന ശിഷ്യന് ഒന്നുകൂടി കോൺഫിഡൻസ് വരും, അല്ലെ? ഒന്നുകൂടി കൺവിൻസിങ് ആവും. കാരണം പറയുന്ന ആൾ അതിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തനിക്കും അതുപോലെ ചെയ്യാൻ ഒരു താല്പര്യം വരും. അപ്പോ എനിക്ക് കൃഷ്ണൻ പറയുന്നതാണ്, എനിക്കിവിടെ ഒന്നും ചെയ്യാനും ഇല്ല, ഒന്നും നേടാനും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ കർമ്മരംഗത്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസംഗ്രഹം മാത്രമാണ് ലക്ഷ്യം എന്നാണ് പറയുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയാം. അപ്പൊ തുടർന്ന് പറയാണ് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് തുടർന്ന് പറയും. 23-ാമത്തെ ശ്ലോകം. യദിഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിത മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. പാർത്ഥാലയോ അർജുന, അപ്പോ ഞാന് എപ്പോഴെങ്കിലും അലസനാവാതെ എന്താണ് കർമ്മരംഗത്ത് ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ആളുകൾ എല്ലാ വിധത്തിലും എന്റെ മാർഗം പിന്തുടരാനായിട്ട് ശ്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ചെയ്യാനുള്ള, ഞാൻ ഒരു കർമ്മവും ചെയ്യാതെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെ? അലസത ബാധിച്ച് ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആളുകളും എന്നെ പോലെയും അവരും ഒന്നും ചെയ്യില്ല, മിണ്ടാതിരിക്കും, ആളുകൾ പണിയൊന്നും എടുക്കില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നാശമാണ് ഫലം. കാരണം ഉള്ളിൽ കർമ്മവാസനകൾ കിട്ടി നിൽക്കുന്നുണ്ട് എല്ലാവരെയും ഉള്ളിൽ. അപ്പൊ ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ആളുകൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ദോഷത്തിന് കാരണമാകും. എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കർമ്മം, പക്ഷെ എന്നാലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് മാതൃകയായിട്ടാണ് ഞാനിവിടെ കർമ്മം അനുഷ്ഠിക്കുന്നത് എന്ന് പറയാം. അല്ലെ? കാരണം ഇല്ലെങ്കിൽ കൃഷ്ണൻ മിണ്ടാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യാം? നമുക്ക് എല്ലാവർക്കും എപ്പോഴും സംഭോജനായ കൃഷ്ണൻ ഇതാ ഒരു കർമ്മവും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആളുകൾ വിചാരിക്കും ജീവിതം ധന്യമാക്കണമെങ്കിൽ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാൽ മതി, അല്ലെ എന്ന് വിചാരിക്കും. കർമ്മം ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ജീവിതം വളരെ എളുപ്പത്തിൽ ധന്യമാവും എന്ന് അവർ വിചാരിക്കും. അതുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്യണ്ട എന്ന് ആളുകൾ തീരുമാനിക്കും. അപ്പൊ അങ്ങനെ കൃഷ്ണൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ഇനി ശരി, കൃഷ്ണൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് അതുപോലെ ആളുകളും കർമ്മം ചെയ്യാതിരുന്നാൽ അവർ ചെയ്യാതിരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ദോഷം. അതിനെക്കുറിച്ചാണ് ഇനി അടുത്തത് പറയാം. വേണമെങ്കിൽ അങ്ങനെ പറയാലോ, അല്ലെ? അതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ശരി കൃഷ്ണൻ ചെയ്യുന്നില്ല, അത് കണ്ടിട്ട് അതിനെ അനുകരിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളും ഒന്നും ചെയ്യാതിരിക്കുന്നു, അതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് എന്താ ദോഷം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 24-ാമത്തെ ശ്ലോകം. ഉത്സീദേയുരിമേ ലോക ന കുര്യാം കർമ്മ ചേദകം സംഗരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാ. അതിനുള്ള ദോഷമാണെന്ന് പറയുന്നത് അല്ല. ഉത്സീദേയുരിമേ ലോക ന കുര്യാം കർമ്മ ചേദഹം ശങ്കരസ്യ ച കർത്താസ്യ ഉപഹന്യാമി മാ പ്രജ. അപ്പൊ ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് വന്ന് അഹം കർമ്മ ന കുര്യാം ചെയ്ത്, ഞാൻ കർമ്മം ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വന്നാൽ എന്താ ഉണ്ടാവുക? ഇമേ ലോക, ഈ ജനങ്ങള്, ഈ ആളുകള് ഉത്സീതയും അവര് എന്താണ് ഒന്നും ചെയ്യാതെ ഇരുട്ടിലാണ്ട് പതിക്കും എന്ന് പറയാം. അതെന്താന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല സങ്കരസ്യ കർത്താസ്യം, ഞാൻ ധർമ്മസങ്കരത്തിന് വഴിവെക്കുന്ന ആളായി തീരും എന്ന് മാത്രമല്ല അതിലൂടെ ഈ പ്രജകൾക്കൊക്കെ ദോഷം വന്നു ചേരുന്നവർ, പ്രജകൾക്ക് ദോഷം ചെയ്യുന്നവനായി മാറും ഞാൻ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ആളുകളൊക്കെ ഇരുട്ടിലാണ്ട്, അവരൊക്കെ ആലസ്യത്തിൽ മുഴുകി, അവരൊക്കെ ഇരുട്ടിലാണ്ട് പതി. ഇത് മാത്രമല്ല ഞാൻ ധർമ്മസങ്കരത്തിന് കാരണക്കാരനാവും, അതിലൂടെ ഈ പ്രജകൾക്കൊക്കെ ദോഷം ചെയ്യുന്നവനായി തീരും ഞാൻ പറയാണ്. അപ്പോ ഈ സ്ഥിതപ്രജ്ഞരായിട്ട് ലോകസംഗ്രഹത്തിന് വേണ്ടി അവതരിക്കുന്ന അവതാര പുരുഷന്മാരുടെ കർമ്മം എന്താണ് ശരിക്കും? അപ്പൊ അവരുടെ കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോക നന്മയ്ക്കായിട്ട് അവതരിക്കുന്ന ആളുകളുടെ കർത്തവ്യം എന്ന് പറയുന്നത് ഇപ്പോ ആത്മസാക്ഷാത്കാരത്തിന് യോജിക്കുന്ന രീതിയിൽ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്താണ്? അവർക്ക് തങ്ങളുടെ സ്വന്തം കർമ്മത്തെ സ്വധർമ്മമാക്കി അനുഷ്ഠിക്കാൻ കഴിയാറില്ല സാധാരണക്കാരായ ആളുകൾ. എന്തിനാ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന? ആത്മസാക്ഷാത്കാരത്തിന് സാധിക്കുന്ന രീതിയിൽ ആളുകൾക്ക് പറ്റാറില്ല, അതിനെക്കുറിച്ച് അറിയില്ല ആളുകൾ. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകള് കർമ്മം ചെയ്ത് അധർമ്മ മാർഗത്തിൽ ചരിക്കാനിടയാവും. അപ്പോഴാണ് അവതാര പുരുഷന്മാർ വരുന്നതും അവര് ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കും. അപ്പൊ അതുകൊണ്ട് അവതാര പുരുഷന്മാർ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് മടി പിടിച്ചിരിക്കാണ്ട് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ്. കാരണം എന്നാലേ ആളുകളും കർമ്മം ചെയ്യുള്ളൂ. കാരണം കർമ്മം ചെയ്യാതിരുന്ന അവതാര പുരുഷന്മാർ കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ അദ്ദേഹത്തെ പോലെ ആവും, അദ്ദേഹത്തെ അനുകരിക്കും. അദ്ദേഹം ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് ഞാനും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ സ്ഥിതപ്രജ്ഞനായ അവതാര പുരുഷൻ സ്ഥിതപ്രജ്ഞനാണ്. അദ്ദേഹത്തിന് കർമ്മം ചെയ്തതായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദോഷവും വരില്ല. പക്ഷെ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥയല്ല അതല്ല. കാരണം അവരുടെ ഉള്ളിൽ കർമ്മവാസനകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ വാസനകളുടെ ബന്ധനത്തിലാണ് സാധാരണക്കാരായ ആളുകൾ. അപ്പൊ അവര് കർമ്മമൊന്നും ചെയ്യാതെ, അവരുടെ വാസനയ്ക്കനുസരിച്ച് കർമ്മമൊന്നും ചെയ്യാതെ ഈ സ്ഥിതപ്രജ്ഞനെ അനുകരിക്കാൻ ഇടയായാൽ എന്ത് സംഭവിക്കുക? അവർക്ക് ആലസ്യം ബാധിക്കും. രജോഗുണമാണ് പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. പക്ഷെ ഇവരൊന്നും ചെയ്യാതിരുന്ന എന്ത് സംഭവിക്കും? ആ രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് അവർ മാറും. അതാണ് ഇരുട്ടിലാണ്ട് പതിക്കുന്നു പറയാൻ കാരണം. അവര് തമോ ഗുണത്തിൽ ബാധിക്കും അവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് പറയാം. പിന്നെ മാത്രമല്ല അവതാര പുരുഷൻ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന മാത്രം പോരാ, അദ്ദേഹം എന്ത് ചെയ്യണം?
ഓരോരുത്തർക്കും അവരവരുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് സ്വധർമ്മമാക്കി മാറ്റേണ്ടത് അത് കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗീതോപദേശം തന്നെ അതിന് ഏറ്റവും പറ്റിയൊരു ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് കേട്ട് മനസ്സിലാക്കി അർജുനന് ശേഷവും എത്രയോ ആളുകള് തങ്ങളുടെ ഗുണകർമ്മങ്ങളൊക്കെ സ്വധർമ്മമാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് തന്നെയും സമൂഹത്തെയും ഉയർത്തിയിട്ടുണ്ട് ധാരാളം ആളുകൾ ഈ ഗീതോപദേശം കേട്ടുകൊണ്ട് തന്നെ. അപ്പോ അവതാര പുരുഷന്മാര് ഈ രീതിയിൽ ആളുകൾക്ക് സ്വധർമ്മം കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾക്ക് ധർമ്മം എന്തെന്നറിയില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങള് ഒരുപക്ഷെ അധർമ്മ മാർഗത്തിൽ പ്രവർത്തിപ്പിക്കും. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ യുദ്ധം ചെയ്യാന്നുള്ള അർജുനന്റെ കർമ്മമാണ്. ആ ധർമ്മം വിട്ട് അർജുനൻ സന്യാസിയാവാൻ പുറപ്പെട്ടു അല്ല, അത് പരധർമ്മമാണ്, അത് തന്റെ ധർമ്മമല്ല. സന്യാസം എന്നുള്ള അർജുനനെ സംബന്ധിച്ച് സ്വധർമ്മമല്ല, പരധർമ്മമാണ്. അപ്പൊ അവനവന്റെ സ്വധർമ്മം അനുഷ്ഠിക്കാതെ മറ്റുള്ളവരുടെ ധർമ്മം നമ്മൾ സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക? അധപ്പതനമാണ്. ഇതിനാണ് ധർമ്മസങ്കരം എന്ന് പറയും. ധർമ്മസങ്കരം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ധർമ്മത്തില് അധർമ്മം കൂടിച്ചേരുക, അതല്ലെങ്കിലോ സ്വധർമ്മത്തില് പരധർമ്മം വന്നു ചേരുക. എന്ന് പറഞ്ഞാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരെ മറ്റു വല്ല കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് ധർമ്മസങ്കരം എന്നാണ് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നാശമാണ് ഫലം. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നതാണ്, സ്ഥിതപ്രജ്ഞനായ ഞാൻ പോലും എപ്പോഴും കർമ്മരംഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി സത്യം എന്താന്നുള്ള ബോധം ഉറപ്പ് വന്നിട്ടില്ലാത്ത നീ ഒരിക്കലും കർമ്മരംഗം വിടാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അത് വിട്ടുകഴിഞ്ഞാൽ നിനക്ക് നാശമാണ്, സമൂഹത്തിന് നാശമാണ്. കാരണം നിനക്ക് നാശം എന്ന് പറഞ്ഞാൽ നീ കർമ്മം ചെയ്യാത്തതുകൊണ്ട് കർമ്മവാസന ഉള്ളിൽ കെട്ടി നിൽക്കും, നീ ഇരുട്ടിലേക്ക് പതിക്കാനാണ്, അലസനാവും, അല്ല എന്താണ് തമോ ഗുണം വർദ്ധിക്കും, ദുഃഖം അനുഭവിക്കേണ്ടി വരും. നീ ആളുകളുടെ ഇടയിൽ ആരാധ്യനായതുകൊണ്ട് ആളുകൾ നിന്നെ അനുഗ്രഹിക്കും, ജനങ്ങൾ നിന്നെ അനുകരിക്കും. അപ്പൊ അതുകൊണ്ട് ആളുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നീ കർമ്മരംഗം വിടരുത് എന്ന് പറയാം. അപ്പൊ ഇവിടെ സ്ഥിതപ്രജ്ഞന്മാരും ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതിന് അർത്ഥം അവർക്ക് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തീരുന്ന നിയമമൊന്നുമില്ല, നിർബന്ധമില്ല. അത് നേരത്തെ സൂചിപ്പിച്ചു അല്ലെ, അവർക്ക് കർമ്മം ചെയ്യണമെന്ന്, ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യണമെന്ന് നിർബന്ധമില്ല അവർക്ക്. പക്ഷെ അവരത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് കർമ്മം ചെയ്യിക്കാം, അതിനു വേണ്ടിയാണ് എന്നാണ്. അപ്പൊ ആ സ്വധർമാനുഷ്ഠാനത്തിന്റെ മഹത്വം കാണിക്കാനായിട്ട് കൃഷ്ണൻ ജനകനെയും തന്നെയൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലെ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അർജുനന്റെ ഉള്ളിൽ ആ സംശയം ഉണ്ടാവും, അത് തീർക്കാനാണത് പറയുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹം ശരീരബോധം പോലും ഇല്ലാതെ എപ്പോഴും ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ ഒരാൾക്കും അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. ഈശ്വരന് പോലും അദ്ദേഹത്തിനെ നിർബന്ധിക്കാൻ പറ്റില്ല. താങ്കൾ ഇങ്ങനെ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കണ്ണടച്ചിരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് ഒരു കർമ്മം ചെയ്യുമെന്ന് ഈശ്വരന് പോലും അവരോട് പറയാൻ പറ്റില്ല എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജനമഹാരാജാവ് സ്ഥിതപ്രജ്ഞനായിട്ട് അദ്ദേഹം കർമ്മം ചെയ്തു, കൃഷ്ണനും കർമ്മം ചെയ്തു. അപ്പൊ എന്തിനാണ് പിന്നെ അവർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നി കർമ്മം ചെയ്യണമെന്ന്, അത്രേ ഉള്ളൂ. അവർക്ക് കർമ്മം ചെയ്യുന്നത് തോന്നി, അവർ കർമ്മം ചെയ്തു. അപ്പൊ സ്ഥിതപ്രജ്ഞ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിധിയും നിഷേധവും. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ചെയ്യേണ്ട തീരുമാനിച്ചാൽ ചെയ്യണ്ട, ചെയ്യുന്ന തീരുമാനിച്ചാൽ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോ ലോകസംഗ്രഹത്തിനായിട്ട് കർമ്മം ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ജ്ഞാനി ആ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, യെസ്. കണ്ണുകൾ അടച്ചു വെക്കൂ, കണ്ണുകൾ അടച്ചു വെക്കാം. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ.
തന്നിൽ തന്നെ വിശ്രമിക്കൂ. Be with yourself. ഓം സം സമിദ്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പതി സമിധ്യസി സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംഭൗമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂതിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം വൃത്തിക്ക് വിടാം. ഇനി സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.